ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇതൊരു സീരീസാണ്. വീട്ടിലേക്ക് ഇടുതാപ്പുകൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിൽ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചത് വീട്ടിലൊക്കെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഇപ്പോൾ ഗ്ലാസും അതുപോലത്തെ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതാണ് സീരീസ്. അപ്പോൾ ഓരോ എപ്പിസോഡിലും ഓരോ പുതിയ പുതിയ ഐറ്റം വെച്ചിട്ടായിരിക്കും ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഈ ഫോട്ടോയാണ്. ഇതൊരു സാധാ ഒരു ഗ്ലാസ് അതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. എക്സ്റ്റേണൽ ഫ്ലാഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് എടുത്തതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ. പിന്നെ ഇതെങ്ങനെ എഡിറ്റ് ചെയ്തതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാർഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഈ കാർഡ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, ഇങ്ങനെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് 4 A4 ഷീറ്റ് ഒരുമിച്ച് ടൈപ്പ് ചെയ്തതാണ്. ബാക്കിൽ വലിയൊരു 100 വാട്ട് ബൾബും 100 200 ആണെന്ന് തോന്നുന്നു. മാക്സിമം ലൈറ്റ് ഉള്ളത് അത്രയും നല്ലത്. ഒരു ചെറിയൊരു ട്യൂബ് ലൈറ്റ്. ക്യാമറ സെറ്റിങ്സ് നിങ്ങളുടെ ലൈറ്റിനനുസരിച്ച് ഇടുക. ഇപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് സെറ്റിങ്സ് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലൈറ്റിനനുസരിച്ച് ഇടുക. പിന്നെ ഫോക്കസ് ചെയ്യാൻ മാനുവൽ ഫോക്കസ് തന്നെ ഇടുക ചെയ്തത്. മാനുവൽ ഫോക്കസിലിട്ടിട്ട് വെള്ളത്തിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ആ വിരലിലേക്ക് ഫോക്കസ് ചെയ്യാണ് ചെയ്തത്. ഞാൻ 2 രീതിയിൽ എടുത്തിരുന്നു. ഒന്ന് പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ലൈറ്റ് കുറച്ചൊരു ഡിഫ്യൂസായി വരാൻ വേണ്ടി. പിന്നെ പേപ്പർ ഇല്ലാതെ ലൈറ്റ് ഡയറക്റ്റ് ഗ്ലാസ്സിൽ കൂടെ വരുന്ന രീതിയിലും ഫോട്ടോ എടുത്തു. അപ്പം നിങ്ങൾ 2 ടൈപ്പ് എടുത്ത് നോക്കുക ഏത് രീതിയിലാണ് നല്ലത് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ബേഴ്സിലിട്ട് എടുത്തപ്പോൾ കിട്ടിയ കുറേ ഫോട്ടോസിൽ എനിക്ക് നല്ലതെന്ന് തോന്നി പറഞ്ഞാൽ സെലക്ട് ചെയ്തു. ഇതിപ്പോൾ പേപ്പർ ബാക്കിൽ വെച്ചിട്ട് എടുത്താണ്. അപ്പോൾ ആ ഫോട്ടോ എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയായി. അതിപ്പോൾ ഞാൻ ബേഴ്സിലിട്ട് എടുക്കുന്ന പോലെ നിങ്ങളും ബേഴ്സിലിടുന്ന നിർബന്ധമൊന്നുമില്ല. നല്ലൊരു ഹൈ ഷട്ടർ സ്പീഡ് വേണം എന്ന് മാത്രമുള്ളത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി ബാക്കിൽ പേപ്പർ ഇല്ലാതെ ഫോട്ടോ എടുത്ത് നോക്കാം. ഇത് ബാക്കിൽ പേപ്പർ ഇല്ലാണ്ട് എടുത്തതാണ്. അത് കുറേ എണ്ണം കിട്ടി. അതിലൊരെണ്ണം സെലക്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ എഡിറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വേറെ സീരീസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എടുത്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ സീരീസിൻ്റെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ ബോറാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ അത്രേ ഉള്ളൂ. ഞാൻ എടുത്ത ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ലിങ്ക് താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ep-1 ഫോട്ടോസ് എന്നാണ് പേര്. അപ്പോൾ അതും കയറി നോക്കുക. അപ്പോൾ see you next time.